കേരളത്തിൽ ഇപ്പോഴും ഒരാണും പെണ്ണും ഒന്നിച്ച് നടക്കുന്നതും സംസാരിക്കുന്നതും തെറ്റാണെന്ന് കരുതുന്ന ഒരു തലമുറയുണ്ട്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും സദാചാര ചിന്തകൾ പൊട്ടിയൊലിക്കും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ മറ്റുള്ളവരുടെ വീടുകളിലേക്കും ജീവിതത്തിലേക്കും എത്തിനോക്കുന്ന മനുഷ്യരെ കാണാം. വസ്ത്രധാരണവും ലൈഫ് സ്റ്റൈലും സൗഹൃദങ്ങളുമൊക്കെ നിരീക്ഷിക്കുന്നവരെ സദാചാര ഗുണ്ടകളെന്നോ മോറൽ പോലീസെന്നോ വിളിക്കാം. ഭർത്തൃമതിയായ ഒരു വീട്ടമ്മയുടെ വീട്ടിൽ അർദ്ധരാത്രിയിൽ ഒരു പുരുഷൻ രഹസ്യമായി വരുന്നുണ്ടെങ്കിൽ അതിനെ അവിഹിത ബന്ധമെന്ന് തന്നെ പച്ചയ്ക്ക് പറയേണ്ടി വരും. അത് നിയമപരമായി തെറ്റാണോ ശരിയാണോ എന്നതല്ല കാര്യം. പക്ഷേ അങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങളെ ചോദ്യം ചെയ്യാൻ നാട്ടുകാർക്ക് അവകാശമുണ്ടോ? കേരളത്തിൽ സദാചാര ഗുണ്ടായിസത്തിൻ്റെ ഇരകളായ ഒട്ടേറെ ആളുകളുണ്ട്. മലപ്പുറം മങ്കടയിലെ നസീർ ഹുസൈനെ ആൾക്കൂട്ടം പരസ്യ വിചാരണ നടത്തി കൊലപ്പെടുത്തിയ കേസിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആ കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ എന്താകും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ചില മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് നാട്ടുമ്പുറങ്ങളിൽ ഇങ്ങനെ ഒരു പണിയുമില്ലാതെ സദാചാര പോലീസ് ചമഞ്ഞ് നടക്കുന്ന പകൽമാനിമാരെ കാണാം. അയൽ വീടുകളിൽ എന്താണ് നടക്കുന്നത്? അവരുടെ ഭാര്യമാർ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്? മറ്റ് സൗഹൃദങ്ങളുണ്ടോ? ഇതൊക്കെ നിരീക്ഷിക്കലാണ് ചിലരുടെ പണി. മലപ്പുറം മങ്കടയിൽ 10 വർഷം മുൻപ് നടന്ന ഒരാൾക്കൂട്ട കൊലപാതകം ഇതുമായി കൂട്ടി വായിക്കണം. പ്രവാസിയുടെ ഭാര്യയുടെ വീട്ടിൽ നിത്യസന്ദർശകനായിരുന്ന നസീർ ഹുസൈനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. ആ കേസിൽ 5 പ്രതികൾ കുറ്റക്കാരെന്ന് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. 3 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. പ്രതികൾക്കുള്ള ശിക്ഷ കോടതി ബുധനാഴ്ച വിധിക്കും. ജൂൺ 28 പുലർച്ചെ 3:30 ആയിരുന്നു നാടിനെ നടുക്കിയ ക്രൂരമായ കൊലപാതകം നടന്നത്. മങ്കട കൂട്ടിൽ സ്വദേശിയായ നസീർ ഹുസൈൻ പ്രവാസിയുടെ ഭാര്യയുടെ വീട്ടിലെത്തിയെന്നാരോപിച്ച് സദാചാര പോലീസ് ചമഞ്ഞെത്തിയ സംഘം ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. നായകത്ത് വീട്ടിൽ അബ്ദുൽ നാസർ, സഹോദരൻ ഷറഫുദ്ദീൻ, പട്ടിക്കുത്ത് സുഹൈൽ, അബ്ദുൽ ഗഫൂർ, സക്കീർ ഹുസൈൻ എന്നിവരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടത്. നസീർ ഹുസൈൻ ഒരു സ്ത്രീ കൂട്ടിലുള്ള അയാളുടെ സുഹൃത്തായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. രാത്രി ഒരു 11:45 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഏകദേശം രാത്രിയിൽ ഒരു 1:45 മണിയായപ്പോഴത്തേക്ക് ഈ കേസിലെ 8 പ്രതികൾ സംഘം ചേർന്ന് അവിടെ എത്തി. വീടിൻ്റെ അടുക്കള വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് അവിടെ ഉണ്ടായിരുന്ന വിറകുപുരയിൽ ഉണ്ടായിരുന്ന വിറകും കഷ്ണങ്ങളെടുത്ത് അവിടുന്ന് കണ്ട നസീർ ഹുസൈനെ അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ്. ഈ കേസിൽ കൊലക്കുറ്റത്തിന് 302 വകുപ്പ് അനുസരിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടത് മിനിമം ശിക്ഷ ജീവപര്യന്തം തടവാണ്. അതിൽ കുറഞ്ഞൊരു ശിക്ഷയും പ്രതീക്ഷിക്കും. പ്രതികൾ വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി വടിവാളുകളും പട്ടികകളും ഉപയോഗിച്ച് നസീറിനെ മർദ്ദിക്കുകയായിരുന്നു. മൃതപ്രായനായ നസീറിനെ വെള്ളം നൽകാനോ ആശുപത്രി എത്തിക്കാനോ പ്രതികൾ അനുവദിച്ചില്ലെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തി. ചെന്നൈക്കുന്നൻ ഷഫീഖ്, പറമ്പാട്ട് മൻസൂർ, അമ്പലപ്പള്ളി അബ്ദുൽ നാസൂർ എന്നിവരെ കോടതി വെറുതെ വിട്ടു. 69 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 8 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ബുധനാഴ്ച ശിക്ഷാവിധി കൂടി വരുന്നതോടെ മങ്കടയെ നടുക്കിയ കൊലപാതക കേസിൽ ആദ്യഘട്ട നിയമ നടപടികൾ പൂർത്തിയാകും. ന്യൂസ് 18 തിരൂർ. കുട്ടിക്കാലത്ത് മക്കളെ വളർത്തി വലുതാക്കാൻ കുറേ കഷ്ടപ്പെട്ട അമ്മമാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണൂർ പള്ളിയാൻമൂലയിലെ ശാന്തയും ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരമ്മയാണ്. മക്കളായിരുന്നു അവരുടെ ലോകം. പക്ഷെ വാർദ്ധക്യകാലമായതോടെ ആ അമ്മ എല്ലാവർക്കും ഒരു ബാധ്യതയായി. ചിലവിന് കൊടുക്കാൻ പോലും മകൻ തയ്യാറായില്ല. അങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ട ജീവിതം നയിച്ച ശാന്തയ്ക്ക് ഒടുവിൽ സംഭവിച്ച ദുരന്തം സങ്കടകരമാണ്. വീട്ടുചിലവിന് പണം ചോദിച്ച അമ്മയെ മദ്യലഹരിയിലെത്തിയ മകൻ കസേരയോടെ എടുത്തെറിഞ്ഞത് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. മകൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശാന്ത മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. സംഭവത്തിന് പിന്നാലെ അറസ്റ്റിലായ പ്രതിക്കെതിരെ
കൊലക്കുറ്റം ചുമത്താനാണ് പോലീസ് തീരുമാനം. കണ്ണൂർ പള്ളിയാൻമൂല ലക്ഷം വീട് നഗറിൽ വി ശാന്ത എന്ന 88-കാരിയാണ് മരിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെയാണ് മരണം. പള്ളിയാൻമൂലയിലെ വീട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മകൻ സജീവൻ ശാന്തയെ ആക്രമിച്ചത്. വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന ശാന്തയെ മദ്യപിച്ചെത്തിയ സജീവൻ കസേരയോടെ മുറ്റത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. തലയടിച്ചു വീണ ശാന്തയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റു. അയൽവാസികളും നാട്ടുകാരും ചേർന്ന് വയോധികയെ ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിനു പിന്നാലെ മകൻ സജീവനെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. വീട്ടുചെലവിന് അമ്മ പണം ചോദിച്ചതാണ് പ്രകോപന കാരണമായി പോലീസ് പറയുന്നത്. സജീവൻ സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കാറുണ്ടായിരുന്നു. സംഭവം നടന്ന രാത്രിയും ഇരുവരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. തുടർന്നായിരുന്നു അമ്മയ്ക്ക് നേരെ ഉണ്ടായ ആക്രമം. സംഭവ ദിവസം ഒളിവിൽ പോയ സജീവനെ കണ്ണൂർ ടൗൺ പോലീസാണ് പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. കുട്ടിക്കാലം പിന്നിട്ട് പെൺമക്കൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധയും കരുതലും വേണ്ട കാലമാണിത്. ഒന്ന് കണ്ണു തെറ്റിയാൽ മതി കുട്ടികളുടെ ജീവിതത്തിൽ അപകടം സംഭവിക്കാൻ. തിരുവനന്തപുരം നഗരൂരിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനുമൊപ്പം ഉത്സവം കലാപരിപാടി കാണാൻ ക്ഷേത്രത്തിലെത്തിയ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് അയൽവാസിയാണ്. രാത്രിയിൽ ചായയും വളകളും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ യുവാവ് കുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. കേസിൽ വെള്ളലൂർ സ്വദേശി ശ്യാമിനെ നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശിവരാത്രി ഉത്സവ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കൊടുവഴന്നൂർ ചേർന്നമംഗലം ശിവക്ഷേത്രത്തിൽ കാക്കാരിശി നാടകം കാണാനെത്തിയതായിരുന്നു പെൺകുട്ടി. അമ്മയ്ക്കും അമ്മയുടെ രണ്ടാം ഭർത്താവിനുമൊപ്പം രാത്രി 8:30ഓടെയാണ് പെൺകുട്ടി കലാപരിപാടി കാണാനെത്തിയത്. കാക്കാരിശി നാടകം കണ്ടുകൊണ്ടിരിക്കെ രാത്രി 11:30ഓടെ ചായയും വളകളും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പരിചയക്കാരനായ യുവാവ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ക്ഷേത്രത്തിന് സമീപം അടച്ചിട്ടിരുന്ന ഇയാളുടെ ഭാര്യാഗൃഹത്തിൽ എത്തിച്ച് ബലാത്സംഗത്തിനിരയാക്കിയെന്നാണ് കേസ്. ഏറെ സമയം കഴിഞ്ഞിട്ടും പെൺകുട്ടിയും യുവാവും മടങ്ങിവരാത്തതിനെ തുടർന്ന് മാതാവും രണ്ടാം ഭർത്താവും ചേർന്ന് അന്വേഷണം നടത്തി. ഇരുവരും ആൾതാമസമില്ലാത്ത വീടിനടുത്തെത്തിയപ്പോൾ ഉള്ളിൽ നിന്നും ഒരു യുവാവ് ഇറങ്ങി ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പരിശോധനയിൽ വീടിനുള്ളിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടി വിവരങ്ങൾ ധരിപ്പിച്ചതോടെ രക്ഷിതാക്കൾ നഗരൂർ പോലീസിൽ പരാതി നൽകി. പെൺകുട്ടിയും മാതാവും ആലുവയിലുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 2 മാസം മുമ്പാണ് ഇരുവരും നാട്ടിലെത്തിയത്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത പോലീസ് വെള്ളലൂർ സ്വദേശി ശ്യാമിനെ അറസ്റ്റ് ചെയ്തു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഒരാണും പെണ്ണും തമ്മിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം നിയമപരമായി തെറ്റായിരിക്കില്ല. എന്നാൽ നിർബന്ധിച്ചുള്ള ഗർഭചിത്രമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മറുപടി പറയേണ്ടത് ഈ ചോദ്യത്തിനാണ്. പരാതിക്കാരിയുമായി ഉഭയസമ്മതത്തോടെയുള്ള ബന്ധമെന്നാണ് പ്രതി അന്വേഷണ സംഘത്തിന് മുൻപിൽ ആവർത്തിച്ചു പറയുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുലിനെ തുടർച്ചയായ 2ാം ദിവസവും ചോദ്യം ചെയ്തു. രാഹുലിൻ്റെ ലൈംഗിക ശേഷി പരിശോധന തിങ്കളാഴ്ച പേരൂർക്കട ആശുപത്രിയിൽ നടന്നിരുന്നു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2ാം ലൈംഗിക പീഡന പരാതിയിൽ യുവതി രഹസ്യമൊഴി നൽകി. നിയമപരമായി പരാതിയുമായി മുന്നോട്ടു പോകാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും പരാതി വ്യാജമെന്ന് രാഹുൽ പറഞ്ഞതോടെയാണ് രഹസ്യമൊഴി നൽകാൻ തയ്യാറായതെന്നും യുവതി വ്യക്തമാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ ബലാത്സംഗ കേസിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് യുവതി രഹസ്യമൊഴി നൽകിയത്. വിവാഹ വാഗ്ദാനം ചെയ്ത് ഹോം സ്റ്റേയിലെത്തിച്ച് രാഹുൽ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി നൽകിയ ബംഗളൂരു താമസിക്കുന്ന 23-കാരി രഹസ്യമൊഴി നൽകിയത്. 1-ലേറെ തവണ രാഹുൽ പീഡിപ്പിച്ചുവെന്ന് മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതായാണ് വിവരം. അതിജീവിതയുടെ വൈദ്യപരിശോധനയും നടത്തി. ഈ കേസിൽ രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. യുവതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന.
KPCC അധ്യക്ഷന് ഇമെയിലായി അയച്ച പരാതി പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു. 2023 സെപ്റ്റംബറിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. അവധിക്ക് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തി തന്നെ വീട്ടിലെത്തുന്നതിന് മുൻപ് ഒറ്റയ്ക്കാണെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. ഫെനി നയനൊപ്പം കാറിലെത്തിയ രാഹുൽ ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിച്ചു. അകത്ത് കയറിയ ഉടൻ രാഹുൽ കടന്നുപിടിച്ച് ബലാത്സംഗം ചെയ്തു. കടുത്ത ശാരീരിക മാനസിക പീഡനമാണ് നേരിട്ടത്. അതിനുശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി. ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായ ശ്രദ്ധ നൽകാൻ തന്റെ രാഷ്ട്രീയ ജീവിതം അനുവദിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് പിന്മാറിയത്. പിന്നീട് വീണ്ടും സന്ദേശങ്ങൾ അയച്ചുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി. അതേസമയം ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രത്യേക സംഘം വീണ്ടും ചോദ്യം ചെയ്തു. യുവതിയെ പീഡിപ്പിച്ച തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. രാഹുലിന്റെ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ നീക്കമുണ്ട്. ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ കേസിൽ ഹൈക്കോടതി പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 3 ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധന തിങ്കളാഴ്ച പേരൂർക്കട ആശുപത്രിയിൽ നടന്നു. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നാണ് രാഹുൽ ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമും തമ്മിൽ എന്താണ് ബന്ധം? ഇരുവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് ജയറാമിൻ്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജ നടത്തിയത്? ജയറാമിന് മുന്നിൽ ED ഉന്നയിച്ച ചോദ്യങ്ങളാണിത്. കൊച്ചി റൂറൽ ഓഫീസിൽ വെച്ച് മണിക്കൂറുകളോളം ED നടനെ ചോദ്യം ചെയ്തു. സ്വർണ്ണക്കൊള്ളയിലെ ഇടനിലക്കാരൻ കൽപേഷും ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. അതേസമയം ദേവസ്വം ബോർഡ് അംഗങ്ങളെ കുരുക്കുന്നതാണ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മൊഴി. ബോർഡ് അംഗങ്ങൾ പറഞ്ഞതു മാത്രമാണ് താൻ ചെയ്തതെന്നും സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെന്നും ജയശ്രീ മൊഴി നൽകി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സമൻസ് നൽകിയതിനെ തുടർന്നാണ് നടൻ ജയറാം കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് എത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഏത് സാഹചര്യത്തിലാണ് ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ വെച്ച് പൂജ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. 50 വർഷമായി ശബരിമലയിൽ പോകുന്ന ഭക്തനാണ് താനെന്നും ആരെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നും ജയറാം. ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ? നമുക്ക് തീർച്ചയായിട്ടും എല്ലാം നല്ല പര്യവസാനിക്കട്ടെ, ഭംഗിയായിട്ട് തന്നെ. ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക. അവരൊക്കെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനാണ് ഞാൻ. അപ്പോൾ എന്റെയും കൂടി കടമയാണ്. 3 മണിയോടെയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം EDയോട് പറഞ്ഞിട്ടുണ്ടെന്നും സൗഹാർദ്ദപരമായാണ് ED ഉദ്യോഗസ്ഥർ പെരുമാറിയതെന്നും ജയറാം. രേഖകളൊന്നും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും നടന്നിട്ടില്ലെന്നും ജയറാം വ്യക്തമാക്കി. ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റും പോലെ എൻഫോഴ്സ്മെന്റ് അവർക്ക് ചില സംശയങ്ങളുണ്ട്. ശരിയാണോ എന്താണോ ചോദിക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ വേർതിരിച്ചെടുത്ത സ്വർണം ഗോവർദ്ധൻ എത്തിച്ചു നൽകിയ സ്വർണ്ണക്കട ജീവനക്കാരൻ കൽപേഷും ED ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരായാണ് ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മൊഴി. ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറഞ്ഞത് മാത്രമാണ് താൻ ചെയ്തതെന്നും സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്നും ജയശ്രീ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ലെന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ജയശ്രീ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ജയശ്രീയുടെ കൈയക്ഷര മാതൃക പരിശോധിക്കും. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ആസ്തി വിവരങ്ങളും പരിശോധിച്ച ശേഷം ജയശ്രീയെ ED വീണ്ടും ചോദ്യം ചെയ്തേക്കും. ന്യൂസ് 18 കൊച്ചി. 2 പതിറ്റാണ്ട് മുൻപ് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പിടിച്ചുലച്ചതാണ് നടി പ്രത്യുഷയുടെ ദുരൂഹ മരണം. 2002 പ്രത്യുഷയെയും കാമുകൻ സിദ്ധാർത്ഥിനെയും വിഷം കഴിച്ച നിലയിൽ ഹൈദരാബാദിലെ ആശുപത്രിയിൽ എത്തിച്ചത്. അന്നത്തെ രാഷ്ട്രീയ ഉന്നതരുടെ മക്കളിലേക്ക് വരെയും സംശയമുണ്ട് നീണ്ട കേസിൽ
നടിയുടെ കുടുംബം കുറേ നിയമ പോരാട്ടങ്ങൾ നടത്തിയതാണ്. ഒടുവിൽ പ്രത്യുഷയുടെ മരണത്തിൽ സുപ്രീം കോടതി അന്തിമ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. നടി ആത്മഹത്യ ചെയ്തതാണെന്ന കീഴ്ക്കോടതികളുടെ കണ്ടെത്തൽ അംഗീകരിച്ച സുപ്രീം കോടതി ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കാമുകൻ സിദ്ധാർത്ഥ് റെഡ്ഡിക്ക് ലഭിച്ച 2 വർഷത്തെ തടവ് ശിക്ഷയും ശരിവെച്ചു. ഫെബ്രുവരി 23 പ്രത്യുഷയെയും കാമുകൻ സിദ്ധാർത്ഥിനെയും വിഷം കഴിച്ച നിലയിൽ ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കാത്തതിനാൽ ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ വാദം. ചികിത്സയിലിരിക്കെ പ്രത്യുഷ മരിച്ചെങ്കിലും സിദ്ധാർത്ഥ രക്ഷപ്പെട്ടു. തന്റെ മകളെ സിദ്ധാർത്ഥും സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിച്ചു കൊന്നതാണെന്നും അന്നത്തെ രാഷ്ട്രീയ ഉന്നതരുടെ മക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും പ്രത്യുഷയുടെ അമ്മ സരോജിനി ദേവി ആരോപിച്ചിരുന്നു. ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവത്തിൽ 23 വർഷങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നത്. പ്രത്യുഷയുടെ മരണം ആത്മഹത്യയാണെന്ന കീഴ്ക്കോടതിയുടെ കണ്ടെത്തൽ ശരിവെച്ച സുപ്രീം കോടതി ബലാത്സംഗം, കൊലപാതകം എന്നീ ആരോപണങ്ങൾ തെളിവുകളുടെ അഭാവത്തിൽ തള്ളിക്കളഞ്ഞു. ജസ്റ്റിസ് രാജേഷ് ബിന്ദൽ, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. മരണത്തിന് കാരണമായത് വിഷം ഉള്ളിൽ ചെന്നതാണെന്ന് മെഡിക്കൽ തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ പ്രധാന പ്രതിയും പ്രത്യുഷയുടെ അന്നത്തെ കാമുകനുമായിരുന്ന ഗുഡിപ്പള്ളി സിദ്ധാർത്ഥ് റെഡ്ഡിക്ക് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ലഭിച്ച 2 വർഷത്തെ തടവ് ശിക്ഷ കോടതി ശരിവെച്ചു. 4 ആഴ്ചയ്ക്കുള്ളിൽ അധികൃതർക്ക് മുന്നിൽ കീഴടങ്ങാൻ സിദ്ധാർത്ഥിനോട് കോടതി നിർദ്ദേശിച്ചു. ഇയാളിപ്പോൾ വിദേശത്താണ്. ഹൈക്കോടതി വിധിക്കെതിരെ സിദ്ധാർത്ഥ് നൽകിയ അപ്പീലും മകളുടെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച സരോജിനി ദേവി നൽകിയ ഹർജിയും കോടതി തള്ളി. 1988 തെലുങ്ക് സൂപ്പർ താരം മോഹൻ ബാബുവിന്റെ ഒപ്പം സിനിമാ ജീവിതം ആരംഭിച്ച നടിയാണ് പ്രത്യുഷ. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ തിളങ്ങി നിൽക്കവേ 20-ാം വയസ്സിലായിരുന്നു പ്രത്യുഷയുടെ മരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ച സംഭവത്തിന് കാരണമെന്താണ്? കുടുംബം ആരോപിക്കുന്നത് പോലെ ഭക്ഷ്യവിഷബാധയാണോ മരണകാരണം? ഭക്ഷ്യവിഷബാധയാണെന്ന് സംശയം വർദ്ധിപ്പിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല. പത്തോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പുറത്തുവന്നാൽ മാത്രമേ അന്തിമ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഹോട്ടൽ അടച്ചുപൂട്ടിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ഥലത്ത് വിശദമായ പരിശോധനയും നടത്തി. കൊല്ലം ചടയമംഗലം നിലമേൽ സ്വദേശികളായ ഷാജി, ഭാര്യ മാതാവ് റാഷിദ ബീവി എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാത്രി മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജിമോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഴിഞ്ഞം മുഹിയുദ്ദീൻ പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന അസ്മാക് ഹോട്ടലിൽ നിന്നാണ് ഇവർ രാത്രി ഭക്ഷണം കഴിച്ചത്. രാത്രി 11 മണിയോടെ ഹോട്ടലിലെത്തിയ ഇവരുൾപ്പെടുന്ന 6 അംഗ സംഘം കണവത്തോരൻ, കല്ലുമ്മക്കായ, മീൻമുട്ട, പൊറോട്ട, അപ്പം എന്നിവയാണ് കഴിച്ചത്. ലഘുപാനീയങ്ങളും വെള്ളവും കുടിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നിലമേലിലേക്കുള്ള മടക്കയാത്രയിലാണ് ഷാജിക്കും റാഷിദ ബീവിക്കും അസ്വസ്ഥതയുണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇരുവരും മരിച്ചു. പിന്നീടാണ് ഷാജിയുടെ ഭാര്യയ്ക്കും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. അതേസമയം ഭക്ഷണം കഴിച്ച 2 കുട്ടികളടക്കം 3 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഭക്ഷ്യവിഷബാധ പൂർണ്ണമായി സ്ഥിരീകരിക്കാതെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. റാഷിദ ബീവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധ സംശയങ്ങളുണ്ട്. എന്നാൽ ഷാജിയിൽ ഭക്ഷ്യവിഷബാധ സാധ്യത കണ്ടെത്താനായില്ല. 2 പേരുടെയും സാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം. അന്തിമ നിഗമനം അതിനുശേഷം മാത്രമായിരിക്കും. ഭക്ഷ്യവിഷബാധയേറ്റാണ് മരണം എന്നാണ് മരിച്ചവരുടെ ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറോടും ഡയറക്ടർ ഹെൽത്ത് സർവീസസിനോടും എന്താണ് ഈ സംഭവം എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്സ്യം കഴിച്ചതാണ് എന്നുള്ളതാണ് വാർത്തയിൽ കണ്ടത്. അങ്ങനെയാണെങ്കിൽ മത്സ്യം കഴിച്ച മറ്റുള്ളവർക്കുണ്ടോ, അങ്ങനെയുള്ള ബാക്കി വിശദാംശങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് എന്നുള്ളത് വകുപ്പിന് സ്ഥിരീകരണമില്ല. അപ്പോൾ അതിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണത് പറയാനായിട്ട് കഴിയുക. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അസ്മാക് ഹോട്ടൽ പൂട്ടിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലിൽ വിശദമായ പരിശോധനകൾ നടന്നുവരികയാണ്.
പ്രാഥമിക പരിശോധനയിൽ പഴകിയ ഭക്ഷണം കണ്ടെത്താനായില്ല. ഹോട്ടലിൽ നിന്നുള്ള മീനിന്റെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഹോട്ടലിലേക്ക് മീൻ വാങ്ങുന്ന സ്ഥാപനത്തിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളും പരിശോധനയ്ക്ക് അയച്ചു. ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 വിഴിഞ്ഞം. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞ് മരിച്ചു. പാലോട് സ്വദേശിനി നിരഞ്ജനയുടെ കുഞ്ഞാണ് മരിച്ചത്. ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ബിന്ദു സുന്ദറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ശസ്ത്രക്രിയ പിഴവിൽ മുൻപും ആരോപണ വിധേയാണ് ഡോക്ടർ. സംഭവത്തിൽ ഇതുവരെയും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നിട്ടില്ല. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലാണ് കലാശിച്ചത്. അതേസമയം ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് RTOയും പോലീസും അറിയിച്ചു. പാലോട് സ്വദേശിനി നിരഞ്ജനയുടെയും ബിനിലിന്റെയും കുഞ്ഞാണ് മരിച്ചത്. തിങ്കളാഴ്ചയാണ് നിരഞ്ജന ആശുപത്രിയിൽ അഡ്മിറ്റായത്. പുലർച്ചെ പരിശോധനയ്ക്കായി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തു. പിന്നാലെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ മരണകാരണം ചികിത്സാ പിഴവാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വേദന ഇല്ലാതിരുന്നപ്പോഴാണ് നിരഞ്ജനയെ പുലർച്ചെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയത്. മണിക്കൂറുകൾ അവിടെ കിടത്തിയ ശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ആരോപണമുണ്ട്. മുമ്പ് ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ നേതൃത്വത്തിലായിരുന്നു സിസേറിയൻ. സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ സംഘടനകൾ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ കാർ ചിലർ തടഞ്ഞതോടെ പോലീസ് എത്തി ഡോക്ടറെ ജീപ്പിൽ കയറ്റി തിരികെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പ്രതിഷേധക്കാർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്കും തള്ളിക്കയറി. പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് തടഞ്ഞത് സംഘർഷാവസ്ഥയുണ്ടാക്കി. പ്രതിഷേധക്കാരുമായി RDO നടത്തിയ ചർച്ചയും ഫലം കണ്ടില്ല. സംഭവത്തിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് RDO പറഞ്ഞു. ഡെലിവറിക്കിടയിൽ കുട്ടി മരിച്ചതായിട്ടാണ് അറിഞ്ഞത്. ഞാൻ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. ഇനി ആരെങ്കിലും ഭാഗത്തുനിന്ന് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ കർശന നടപടി ഉണ്ടാകും. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സർക്കാരിൽ സബ്മിറ്റ് ചെയ്യും. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള നേരത്തെ വിതുര സ്വദേശിയായ ഹസ്ന ഫാത്തിമയുടെ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവിലും ആരോപണ വിധേയയാണ് ബിന്ദു സുന്ദർ. ന്യൂസ് 18 നെടുമങ്ങാട്. ഇറാനിലെ ഹാജി ഫിദ എന്ന പേരിലുള്ള ലഹരി ശൃംഖല വഴിയാണ് ഇന്ത്യയിലെ പല നഗരങ്ങളിലേക്കും മയക്കുമരുന്ന് എത്തിക്കുന്നത്. ഇവർ കടൽ മാർഗം പലപ്പോഴായി ലഹരി വസ്തുക്കൾ ഇവിടേക്ക് കടത്തിയിട്ടുണ്ട്. പഞ്ചാബിലേക്ക് കോടികൾ വില മതിക്കുന്ന മെത്തഫിറ്റമിൻ കൊണ്ടുവരുന്നുണ്ടെന്ന രഹസ്യ വിവരം കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ATSന് ലഭിച്ചു. ഇതോടെ ലഹരി മാഫിയെ പിടികൂടാൻ കടൽ തീരത്ത് വൻ പരിശോധന. സ്പീഡ് ബോട്ടിൽ കടത്തുകയായിരുന്ന 203 കിലോഗ്രാം ലഹരി മരുന്ന് ATSും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്ന് പിടികൂടി. ബോട്ടിലുണ്ടായിരുന്ന 2 ഇറാൻ പൗരന്മാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു ഓപ്പറേഷൻ. ക്രിസ്റ്റൽ രൂപത്തിലുള്ള 203 കിലോഗ്രാം മെത്താഫിറ്റമിനാണ് പിടികൂടിയത്. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ ബോട്ടിനെ ഗുജറാത്ത് ATSും കോസ്റ്റ് ഗാർഡും വളയുകയായിരുന്നു. ഇറാനിൽ നിന്ന് പഞ്ചാബിലേക്ക് കടത്തുകയായിരുന്ന ലഹരിമരുന്നാണ് ബോട്ടിൽ നിന്ന് പിടിച്ചെടുത്തതെന്ന് ATS വൃത്തങ്ങൾ പറഞ്ഞു. ഇറാനിലെ ഹാജി ഫിദ എന്ന പേരിലുള്ള ലഹരി ശൃംഖലയിൽ നിന്ന് പഞ്ചാബിലെ ഒരാൾക്ക് ലഹരി മരുന്ന് അയക്കാൻ പദ്ധതിയിടുന്നതായി ATSന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി ATSും കോസ്റ്റ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് स्पीड बोट संशयास्पद साहचर्य कंडेतियद आ पर्टिक्युलर केस में सरप्राइजिंग आ कि जनरली अपना केसेज में वो रेयर होय कि वो स्पीड बोट ईरान थी अँ सुधी आवती हो
जनरली एक मोटी बोट આવતી હોય છે એમાં એ સિમ્પલ ઇન્જિન લગાવીને બહુ સ્પીડથી એ લોકો ચાલી શકે. બોટની સાઇઝ ઓછી હોય, નાની હોય છે અને એમાં ઓબીએમ જે ઇન્જિન હોય બહાર લાગતો હોય જેનાથી બહુ તરત જ બહુ તેજ સ્પીડ પકડી લે છે. એના પાસેથી જ્યારે એની ચેકિંગ કરવામાં આવેલી તો 203 પેકેટ મળ્યા છે. 203 પેકેટમાં જે કેમિકલ છે એક વ્હાઇટ કલરનો પાવડર જેવું છે જેને હાલમાં જસ્ટ બોટ અમારી ജെട്ടി ઉપર આવી છે. ഓരോ കിലോ വീതമുള്ള പാക്കറ്റുകളിലായാണ് ലഹരി മരുന്ന് സൂക്ഷിച്ചിരുന്നത്. ബോട്ടിലുണ്ടായിരുന്ന രണ്ടുപേരെ കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് ATSും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഇറാൻ സ്വദേശികളായ അബ്ദുൾ മജീദ്, അബ്ദുൾ സത്താർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഒരു ചെറിയ സ്പീഡ് ബോട്ടിൽ ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് അസാധാരണമെന്നാണ് അധികൃതർ പറയുന്നത്. പിടിച്ചെടുത്ത ബോട്ട് ഇറാനിൽ നിർമ്മിച്ചതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്കായി ബോട്ട് പോർബന്ദറിൽ എത്തിച്ചു. ന്യൂസ് 18 ഗുജറാത്ത്. കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കാൻ വൻ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പച്ചക്കറികളുടെയും പഞ്ചസാരയുടെയും മറവിലാണ് മയക്കുമരുന്നും പാൻ മസാലയും ഒക്കെ ലോറികളിൽ കടത്തുന്നത്. വയനാട്ടിലെ മുത്തങ്ങയിൽ 3.5 ടണ്ണോളം വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത് പഞ്ചസാര ലോറിയിലാണ്. എക്സൈസ് നടത്തിയ പരിശോധനയിൽ കോയമ്പത്തൂർ സ്വദേശി പിടിയിലായി. ഇയാൾ ആർക്കു വേണ്ടിയാണ് ഇത് എത്തിച്ചതെന്ന് എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. പഞ്ചസാര ലോറിയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 3.5 ടണ്ണോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റ് അധികൃതർ പിടികൂടിയത്. സംഭവത്തിൽ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി കാളി മുത്തുകുമാർ പിടിയിലായി. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ വാഹന പരിശോധനയിലാണ് കർണാടകയിൽ നിന്ന് വരികയായിരുന്ന ലോറിയിൽ നിന്ന് പഞ്ചസാര ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ 3481.74 കിലോഗ്രാം ഹാൻഡ്സ് പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ എസ് മഹേഷിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ AC പ്രജീഷ്, AM ബിനുമോൻ, സിഇഒമാരായ PP ജിതിൻ, KC അരുൺ എന്നിവർ ചേർന്നാണ് വാഹന പരിശോധന നടത്തി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ന്യൂസ് 18 വയനാട്. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. നെടുമങ്ങാട് 1ാം മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവ് ശിക്ഷയും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആന്റണി രാജു ഹർജി നൽകിയത്. ഹർജി തള്ളിയതോടെ ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത തെരഞ്ഞെടുപ്പിലും ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല. തിരിമറി കേസിൽ ആന്റണി രാജുവിന് 3 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചത്. ഇത് ചോദ്യം ചെയ്ത് ആന്റണി രാജു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. താൻ കുറ്റക്കാരനെന്ന വിധി റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ജില്ലാ കോടതി ശരിവെക്കുകയായിരുന്നു. മജിസ്ട്രേറ്റ് കോടതി വിധിച്ച ശിക്ഷ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു. ഹർജി തള്ളിയതോടെ ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത തെരഞ്ഞെടുപ്പിലും ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല. 1990 ഏപ്രിൽ 4-ന് അടിവസ്ത്രത്തിൽ ഹാഷിഷ് ഒളിപ്പിച്ച് കേരളത്തിലെത്തിയപ്പോൾ പിടിക്കപ്പെട്ട ഓസ്ട്രേലിയൻ പൗരൻ സാൽവദോർ സാർലിയെ രക്ഷപ്പെടുത്താൻ വിചാരണ സമയത്ത് തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് ആന്റണി രാജുവിനെ തടവിന് ശിക്ഷിച്ചത്. 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട വിദേശ പൗരനെ രക്ഷിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കോടതി ക്ലാർക്ക് ജോസിന്റെ സഹായത്തോടെ കോടതിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് വെട്ടി ചെറുതാക്കി തിരികെ വയ്ക്കുകയായിരുന്നു. തൊണ്ടിവസ്ത്രം പ്രതിയുടേതല്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ച് 4 വർഷത്തിനു ശേഷം ഹൈക്കോടതി സാൽവദോറിനെ വെറുതെ വിട്ടു. ഈ കേസിൽ തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവുണ്ടാക്കൽ, ഗൂഢാലോചന, വ്യാജരേഖയുണ്ടാക്കൽ എന്നിവയ്ക്കാണ് ആന്റണി രാജുവിനെതിരെ കേസെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള രാഷ്ട്രീയ സമര പോരാട്ടങ്ങളും നടക്കാറുണ്ട്. പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും തെരുവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് നിത്യസംഭവമാണ്. ചില സമരങ്ങൾ അക്രമത്തിലേക്ക് വഴിമാറാം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ കേസും നടപടികളും മുറ പോലെ പിന്നാലെ കാണും.
പാലക്കാട് ഷൊർണൂരിൽ 7 വർഷം മുൻപ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഡീൻ കുര്യാക്കോസും പ്രവർത്തകരും റോഡ് ഉപരോധത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചൊരു കേസുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ കേസിൽ ഡീൻ കുര്യാക്കോസ് MP വർഷങ്ങൾക്ക് ശേഷം ഒറ്റപ്പാലം കോടതിയിൽ ഹാജരായിരിക്കുന്നു. ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിനെ തുടർന്നാണ് MP കോടതിയിൽ നേരിട്ടെത്തിയത്. രാവിലെ 11 മണിയോടെയാണ് ഡീൻ കുര്യാക്കോസ് MP ഒറ്റപ്പാലം കോടതിയിൽ ഹാജരായത്. ഷൊർണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതിയിൽ ഹാജരാകാത്ത സാഹചര്യത്തിൽ ഡീൻ കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരുന്നു. 2018 സെപ്റ്റംബർ 7-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷൊർണൂരിലെ അന്നത്തെ MLA ആയിരുന്ന PK ശശിക്കെതിരെ സ്ത്രീ പീഡന വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ഷൊർണൂർ ടൗൺ വഴി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഉപരോധിച്ചിരുന്നു. ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ കൊടികെട്ടാൻ ഉപയോഗിച്ച പൈപ്പും കൊണ്ടും മറ്റും അടിച്ചു പരിക്കേൽപ്പിച്ചെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയെന്നുമാണ് കേസ്. സംഘർഷത്തിൽ 2 പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ 16 പേർക്കെതിരെയാണ് ഷൊർണൂർ പോലീസ് കേസെടുത്തത്. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ നിരവധി തവണ കോടതി സമൻസ് അയച്ചിട്ടും ഹാജരാകാത്ത സാഹചര്യത്തിലാണ് ജനപ്രതിനിധിക്കെതിരെ കോടതി വാറന്റ് പുറപ്പെടുവിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. ജീവിതത്തിൽ നമ്മളെ ചതിക്കുകയും വിശ്വാസവഞ്ചനയും കാട്ടുകയും ചെയ്ത കുറേ മനുഷ്യരുണ്ടല്ലേ? പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, പങ്കാളികൾ. അങ്ങനെ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മളിൽ പലരും ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത നൊമ്പരമാണല്ലേ? ചിലപ്പോൾ ചങ്ക് തകർന്നു പോകും. അവരോട് അങ്ങനെ പൊറുക്കാൻ കഴിയുമോ? എപ്പോഴെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിക്കാറില്ലേ? അങ്ങ് മറന്നേക്കുന്നേ. കാലം അവരോട് കണക്ക് ചോദിച്ചോളും. എന്നാൽ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം ചതിയുടെ അനുഭവങ്ങൾ നമുക്ക് കൂടി ഒരു പാഠമാകേണ്ടതാണ്. മറ്റുള്ളവരോട് വിശ്വസ്തത ഉള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണം. വിശ്വാസമുള്ളിടത്തെ സ്നേഹമുള്ളുവെന്ന തിരിച്ചറിവാണ് വേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.